അല്ല, സുരേഷ് കുമാർ സാർ പറഞ്ഞു വരുമ്പോൾ ഈ ബില്ല് ഇതിനെല്ലാം കാരണം ഉപഭോക്താക്കൾ തന്നെയാണ് എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ ശക്തമായി ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിലും ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറയുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 65 പൈസയിൽ നിന്ന് 1 രൂപയാകാൻ പോകുന്നു പറഞ്ഞു. അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട വിദ്യുച്ഛക്തി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു വീലിംഗ് ചാർജ്, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് നമുക്ക് അധികം വരുന്ന വൈദ്യുതി നമുക്ക് നമ്മുടെ മറ്റൊരു സ്ഥാപനം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. സെയിം കൺസ്യൂമറുടെ രണ്ടുപേരുടെയും പേര് സെയിം ആണെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ വീലിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ചാർജ് കുറയ്ക്കും എന്ന് വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് പേപ്പറിൽ ഞാൻ വായിച്ചതാണ്. ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സുരേഷ് കുമാർ സാറിന് പറയാവോ, ഈ മാറ്റങ്ങൾ, ഈ ഡ്രാഫ്റ്റ് കൊണ്ടുവരുന്നത് കൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും സമൂഹത്തിലെ ഏതെങ്കിലും ഒരു കൺസ്യൂമറിന് ഉപയോഗമുണ്ടോ? അദ്ദേഹം പറയുവാണ് സമൂഹത്തിൽ അഭിപ്രായം സൃഷ്ടിക്കാൻ കഴിയുന്ന ആളുകളാണ് സോളാർ ഉപഭോക്താക്കൾ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്താണ് ഇവിടുത്തെ സാധാരണക്കാരൻ, ഒരു സ്കൂട്ടർ ചാർജ് ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ, 3 കിലോവാട്ട് വെക്കുന്ന ഒരു സാധാരണക്കാരൻ, അവർ അതിൽ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് അത് സോളാർ അവൻ കടമെടുത്തും ബാങ്ക് ലോണും എടുത്തും വെക്കുന്നത് ഇവിടെ അഭിപ്രായം സൃഷ്ടിക്കാൻ കഴിയുന്നവരായതുകൊണ്ട് മാത്രമല്ല, അവർക്കുണ്ടാകുന്ന നഷ്ടത്തിനെ പേടിച്ചിട്ടാണ് അവർ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ദൂരദർശനെ പോലുള്ള ആളുകൾ ഈ പ്രശ്നം എടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ദൂരദർശൻ മാത്രമാണ് എന്നുള്ളതാണ് ഈ സോളാർ ഉപഭോക്താക്കളെ മറ്റ് സമൂഹം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രശ്നമായിട്ട് ഇതിനെ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇത് സാറ് പറഞ്ഞതുപോലെ നേരത്തെ ലോകത്തിൻ്റെ പല ഭാഗത്തിലും നെറ്റ് ബില്ലിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സാർ ആ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും നോക്കുക, നമ്മൾ കൊടുക്കുന്നതും തിരിച്ചു വാങ്ങുന്നതുമായ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, മറ്റു രാജ്യങ്ങളിലൊക്കെ പല സിസ്റ്റമുണ്ട്. പല KSEB പോലെ മോണോപ്പൊളി ഉള്ള ഒരു രാജ്യമല്ല മറ്റു രാജ്യങ്ങൾ. ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ 68% സോളാർ പ്ലാന്റ് റിന്യൂവബിൾ എനർജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അവിടുത്തെ പോലും സാറ് സിസ്റ്റം നോക്കൂ, കൊടുക്കുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്നതും വൈദ്യുതിയുടെ വിലകൾ കമ്പയർ ചെയ്ത് നോക്കൂ. ഈ വ്യത്യാസമില്ല. 2 രൂപ 60 പൈസക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് അത് 2 രൂപ 60 പൈസ കിട്ടുമ്പോൾ 8 രൂപ വാങ്ങിക്കുമ്പോൾ അത് ലാഭകരമാണെന്ന് പറയുന്ന ഒരു തിയറി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകാത്ത തിയറി തന്നെയാണ് സാർ. അതുപോലെ തന്നെ ഒരു ആഫ്റ്റർ 5 ഇയേഴ്സ് ഈ ഡ്രാഫ്റ്റ് നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ ആഫ്റ്റർ 5 ഇയേഴ്സ് എന്താ സംഭവിക്കുക? മാർക്കറ്റിൽ 2 തരം ആളുകളുണ്ട്. ചില ആൾക്കാർക്ക് നെറ്റ് മീറ്ററിങ്ങിൽ പോകാം, ചില ആൾക്കാർക്ക് നെറ്റ് ബില്ലിങ്ങിൽ പോകാം. എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. വർദ്ധിച്ചു വരുന്ന 10 വർഷം കഴിഞ്ഞാൽ കേരളത്തിലെ വൈദ്യുതി ഉപഭോഗത്തിൻ്റെ കണക്ക് സാർ നോക്കിയിട്ടുണ്ടോ? നേരത്തെ ഒരു സഹ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ അബോർഷൻസ് പോലും നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ ചൂട് കാരണം ഇവിടുത്തെ ഉപഭോഗം കൂടി വരികയാണ്. ഉപഭോഗം കൂടി വരുന്നതിനനുസരിച്ചിട്ട് സാർ നേരത്തെ പറഞ്ഞതുപോലെ KSEBയും KCRC ഒന്നും രണ്ടല്ല സാർ. മാസ്ക് ഇട്ട മുഖം മൂടി അണിഞ്ഞ KSEB തന്നെയാണ് KCRC. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് വരെ KCRCയുടെ ചരിത്രത്തിൽ ഉപഭോക്താക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി എടുത്ത് സാറ് പറയാമോ? സാറിന് പറയാൻ കഴിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSEBക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കാനുള്ള ഒരു ബോഡിയാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇത്രയും പ്രൈസ് എക്കോസിസ്റ്റത്തിനെ ബാധിക്കും. നമ്മൾ ഓരോ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോഴും നിങ്ങളൊരു മാസം എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അതിന് നിങ്ങൾ ഇത്ര മരം വെച്ച് പിടിപ്പിച്ചു എന്നൊരു കണക്കുണ്ട് ഇതിനകത്ത്. അങ്ങനെ ഇതിനൊക്കെ ധാരാളം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ നിലവിൽ 1500 പരം കമ്പനികളാണ് അല്ലെങ്കിൽ വെൻഡേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് ആർക്കും ദഹിക്കാത്ത ഡ്രാഫ്റ്റ് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വരുത്തി തീർക്കാനാണ് സാർ ശ്രമിക്കുന്നത്. സാർ പറഞ്ഞ് ഇന്റേണലായിട്ട് നടക്കുന്ന ഗ്രിഡിൽ നടക്കുന്ന കാര്യങ്ങൾ സാർ അതൊക്കെ പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞു. അത് KSEB അതിൻ്റെ ഇന്റേണലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു ഏരിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന യൂണിറ്റിനെ വൈദ്യുതിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. ആത്യന്തികമായിട്ട് എനിക്ക് പറയാനുള്ള ഇതിൻ്റെ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ പറഞ്ഞതുപോലെ ഒരാൾക്ക് ലോസ് ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകും എന്ന് പറയുന്നു. എക്കാലത്തും ഏത് നടപടി എടുത്താലും ഇതിൻ്റെ നഷ്ടമുണ്ടാകുന്നത് തീർച്ചയായിട്ടും ഉപഭോക്താക്കൾക്ക് മാത്രമാണ്, യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഒരു വർഷം 23-24 300 കോടിയിൽ പരം രൂപ GST കിട്ടിയാണ് സോളാർ വെക്കുന്ന ആൾക്കാരിൽ നിന്നും ഈ സിസ്റ്റത്തിൽ സോളാർ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നവരിൽ നിന്ന് 300 കോടിയിൽ പരം രൂപയാണ് കിട്ടിയേക്കുന്നത്. MNRE സ്കീമിൽ കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക്?
ഈ വൈദ്യുതി ബോർഡിന് കിട്ടിയിട്ടില്ലേ, പൈസ കിട്ടിയിട്ടില്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 600 കോടിയിൽ പരം രൂപ GST കിട്ടി. അങ്ങനെ ഇത് സാറ് പറഞ്ഞ പോലെ 1.5% ആൾക്കാർ കൺസ്യൂമേഴ്സ് മാത്രമേ ഇപ്പോൾ കേരളത്തിൽ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് പോലും ഇത്ര ഹ്യൂജ് എമൗണ്ട് ആണ് ഗവൺമെന്റിന് ലാഭം വരുന്നത്. ഈ ലാഭം ഉണ്ടാകുമ്പോൾ സാർ ആർക്കാണ് നഷ്ടം വരുന്നത്? ഇവിടുത്തെ കൺസ്യൂമേഴ്സിനാണ് നഷ്ടം വരുന്നത്. സാർ നേരത്തെ പറഞ്ഞ തിയറി വെച്ചാണെന്നുണ്ടെങ്കിൽ ഈ 900 പരം കോടി രൂപയുടെ ലാഭം 2 വർഷം കൊണ്ട് ഗവൺമെന്റിന് കിട്ടിയെങ്കിൽ ഈ 900 പരം കോടിയുടെ നഷ്ടം ഉണ്ടാകുന്നത് ഇവിടുത്തെ കൺസ്യൂമേഴ്സിന് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇങ്ങനെ കേരളത്തിന്റെ ഉപഭോക്താവ് സോളാർ മേഖലയിലേക്ക് കടന്നു വരുന്നതിനെ തീർച്ചയായിട്ടും തടയിടുന്ന ഒരു ഡ്രാഫ്റ്റാണിത്. മാത്രവുമല്ല, നമ്മുടെ ഒരു കാര്യം കൂടെ, ഒക്ടോബർ 1 പറയുന്ന വളരെ വളരെ പെട്ടെന്നുള്ള ഒരു തീരുമാനം, ഒക്ടോബർ 1 ശേഷം ഇത് തീരുമാനിക്കപ്പെടുമെന്ന് പറയുന്നു. ജനങ്ങൾ ആശങ്കയിലല്ലേ? ജനങ്ങളുടെ ആശങ്കയ്ക്ക് അറുതി വരുത്തണ്ടേ? ഞാൻ ഇന്നൊരു സോളാർ പാനൽ ആലോചിച്ച് കഴിഞ്ഞാൽ, അതിന്റെ പൈസ അടച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര ദിവസങ്ങളിൽ സ്ഥാപിക്കാൻ കഴിയും? അപ്പോൾ ഒക്ടോബർ 1 എന്ന് പറഞ്ഞാൽ വളരെ വളരെ അടുത്ത ഒരു തീയതി കൂടിയായിപ്പോ എന്നാണ് ഞാൻ പറയുന്നത്.